ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്രിസെറ്റിംഗ് പ്രോസ് എന്ന് വരാവുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. മൊഡ്യൂൾ 1 ആണ് ഇന്ന് നോക്കുന്നത്. നിങ്ങളൊപ്പം ടെക്സ്റ്റ് നിവർത്തി വെക്കുക, അല്ലെങ്കിൽ നിങ്ങളൊരു ബുക്കിൽ നോട്ട് ചെയ്ത് വെക്കുക. കാരണം എക്സാമിന് എന്തായാലും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് ഇപ്പോൾ പാസ്സാവാനൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഇതൊന്ന് പഠിച്ചു പോയത് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. വാട്ട് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രോസ് ആൻഡ് പോയട്രി? അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഒരുപാട് തവണ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു നോക്കിയാലും ഭൂരിഭാഗം ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ നിങ്ങൾ എക്സാം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് അറിയാവുന്ന ഉത്തരം വേഗം എഴുതി പോകാട്ടോ. ഇപ്പം ഈ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിനൊന്നും ഒരുപാട് എഴുതി പോകേണ്ട കാര്യമില്ല. ഇപ്പം 2 മാർക്കാണെങ്കിൽ അതിന് 4 ലൈൻസ് മാക്സിമം, അത് തന്നെ ധാരാളം. അല്ലാതെ കുറേ എക്സ്പ്ലെയിൻ ചെയ്ത് പോയാൽ നിങ്ങൾക്ക് എസ് ഒന്നും എഴുതാൻ ഒട്ടും സമയം ഉണ്ടാവില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം 2 മാർക്കിൻ്റെ പറ്റാവുന്നത്ര എഴുതുക, അല്ലെങ്കിൽ മാത്സ് ആദ്യം 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ എസ് ഒക്കെ ആദ്യം എഴുതാൻ ശ്രമിക്കുക കേട്ടോ. ഒരുവിധം ഉള്ള സ്റ്റുഡൻസിൻ്റെ പ്രശ്നമാണ് എസ് എഴുതാൻ സമയം കിട്ടിയില്ല എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, എസ് എ ക്വസ്റ്റിനും 4 മാർക്കിൻ്റെ ക്വസ്റ്റിനൊക്കെ ആദ്യം എഴുതാൻ പറ്റുമെങ്കിൽ നോക്കുക. പിന്നെ എക്സാമിൻ്റെ മുന്നേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാ മൊഡ്യൂളിനും നിങ്ങൾക്ക് ഏതൊക്കെ കാര്യങ്ങൾ അറിയാമെന്നുള്ളതൊന്ന് സ്വയം വിലയിരുത്തുക. നിങ്ങൾക്ക് ഏതൊക്കെ കാര്യങ്ങൾ പഠിക്കാം, എനിക്ക് ഈ ഒരു മൊഡ്യൂളിന് ഇതൊക്കെ അറിയാം എന്നൊരു സ്വയം ഒരു കോൺഫിഡൻസ് ആദ്യം ഉണ്ടാവണം. എന്നിട്ടേ നിങ്ങൾ എക്സാമിന് പോവാവൂ. ഓക്കെ, അപ്പം ഞാൻ എല്ലാ മൊഡ്യൂളിനും ഓരോ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആയിട്ട് നമ്മൾ എക്സാം റിവിഷൻ ചെയ്യാണ്. ഓരോ മൊഡ്യൂളിനും വരാവുന്ന 2 മാർക്ക് ക്വസ്റ്റ്യൻസ്, എസ് എ ക്വസ്റ്റ്യൻ, 4 മാർക്ക് ക്വസ്റ്റ്യൻ മാക്സിമം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോ മൊഡ്യൂളിനും ഇത്ര ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞ് എഴുതി വെക്കുക, അല്ലെങ്കിൽ ടെക്സ്റ്റിൽ മാർക്ക് ചെയ്യുക, എന്നിട്ട് നല്ലപോലെ പഠിക്കുക. അപ്പം നമുക്ക് ലേറ്റ് ആക്കാതെ നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മൾ നോക്കിയ ക്വസ്റ്റ്യൻ ഏതാണ്? പ്രോസും പോയട്രിയും. അതിന് മുന്നേ ഒരു കാര്യം പറയാൻ മറന്നു. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. അതെനിക്ക് വലിയൊരു സപ്പോർട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ പ്രോസ് ആൻഡ് പോയട്രി? പ്രോസ് എന്താണ്, പോയട്രി എന്താണ്? അപ്പോൾ ഇവിടെ പ്രോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പ്രോസ് ആൻഡ് പോയട്രി ഈസ് ദാറ്റ് പ്രോസ് ഇസ് ദ ഓർഡിനറി റിട്ടൺ ലാംഗ്വേജ്. പ്രോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർഡിനറി റിട്ടൺ ലാംഗ്വേജ് ആണ്. ഇത് 4 മാർക്കിനാണ് അല്ലെങ്കിൽ 2 മാർക്കിനാണ് വരുന്നത് എങ്കിൽ നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ പ്രോസ് എഴുതുക, റൈറ്റ് സൈഡിൽ പോയട്രി എന്ന് ഒരു ടേബിൾ പോലെ വരയ്ക്കുക. എന്നിട്ട് പ്രോസിൻ്റെ ഇടയിൽ എന്താ എഴുതുക? ഓർഡിനറി റിട്ടൺ ലാംഗ്വേജ് എന്ന് എഴുതുക. ആൻഡ് ഇറ്റ് ഈസ് എ സിമ്പിൾ ഫോം ഓഫ് ലാംഗ്വേജ്. പ്രോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ഓർഡിനറി റിട്ടൺ ലാംഗ്വേജ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് എ സിമ്പിൾ ഫോം ഓഫ് ലാംഗ്വേജ്. അത് എഴുതി വയ്ക്കുക. ഇറ്റ് ഹാസ് എ നാച്ചുറൽ ഫ്ലോ ഓഫ് സ്പീച്ച്. Okay, it has a natural flow of speech and ordinary grammatical structure. അപ്പോൾ പ്രോസിന് എന്താണ്? പ്രോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ഓർഡിനറി റിട്ടൺ ലാംഗ്വേജ് ആണ്, സിമ്പിൾ ഫോം ഓഫ് ലാംഗ്വേജ് ആണ്, സാധാ ഒരു റിട്ടൺ പീസ് ഓഫ് ആർട്ടാണ്. ഫ്ലോ സ്പീച്ച് ആൻഡ് ഓർഡിനറി ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചർ, സാധാ ഒരു ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചർ ആണ് പ്രോസിൽ വരുന്നത്. ഇനി പോയട്രിയുടെ അടിയിൽ ഇതെന്താ? ഇറ്റ് ഇൻവോൾവ്സ് മെട്രിക്കൽ കമ്പോസിഷൻ ആൻഡ് വെരി ഓഫൻ റിതമിക് സ്കീം. അതായത് പോയട്രി പറഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് ഒരു റൈമിങ് സ്കീം ഉണ്ടായിരിക്കും. ഇപ്പം നമ്മൾ പോയം ഒക്കെ പഠിക്കുമ്പോൾ എ ബി 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 അങ്ങനെയൊക്കെ പഠിക്കണില്ലേ, റൈമിക് സ്കീം, അങ്ങനെ റിതമോ അതേപോലെ റൈമിങ് സ്കീമൊക്കെ ഉള്ളതാണ് പോയട്രി എന്ന് പറഞ്ഞാൽ. പക്ഷെ പ്രോസിനെ സംബന്ധിച്ച് അങ്ങനെ ഒന്നുമില്ല, ജസ്റ്റ് ഫ്രീ ആയിട്ടുള്ള റൈറ്റിംഗ് ആണ്. ഓർഡിനറി റിട്ടൺ ലാംഗ്വേജ് ആണ് പ്രോസ്. പോയട്രിയിലേക്ക് വരുമ്പോൾ എന്താണ്? ഇറ്റ് ഇൻവോൾവ് എന്താണ്? ഇറ്റ് ഹാസ് റൈമിങ് സ്കീം ഉണ്ടായിരിക്കും, അതുപോലെ മെട്രിക്കൽ കമ്പോസിഷൻസ് ഉണ്ടായിരിക്കും. അപ്പം അതൊക്കെയാണ് പോയട്രിയിൽ വരുന്നത്. അപ്പോൾ പ്രോസും പോയട്രി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അത് ഡിഫറൻസ് ആയിട്ട് ചോദിക്കും, അല്ലെങ്കിൽ 2 മാർക്കിന് എന്താണ് പ്രോസ് അല്ലെങ്കിൽ എന്താണ് പോയട്രി എന്ന് ചോദിക്കും. ഓക്കെ, അത് പഠിച്ചില്ലേ? അതൊരിക്കലും സ്കിപ്പ് ആവാൻ പറ്റാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ 4 വെറൈറ്റീസ് ഓഫ് പ്രോസ്? 4 വെറൈറ്റീസ് ഓഫ് പ്രോസ് എന്താണ്? ഒന്ന് ഫിക്ഷണൽ പ്രോസ്, നോൺ ഫിക്ഷണൽ പ്രോസ്, ഹീറോയിക് പ്രോസ്, പോയട്രിക് പ്രോസ്. ഏതൊക്കെയാണ്? ഫിക്ഷണൽ പ്രോസ് ഉണ്ട്, നോൺ ഫിക്ഷണൽ പ്രോസ് ഉണ്ട്, ഹീറോയിക് പ്രോസ് ഉണ്ട്, പോയട്രിക് പ്രോസ് ഉണ്ട്. അതും ഒന്ന് നോക്കി വയ്ക്കുക. പിന്നെ ക്വസ്റ്റ്യൻ ഏതാണ്? വാട്ട് ഈസ് ഫിക്ഷൻ? ഫിക്ഷൻ എന്താണ്? അതൊരുവിധം നിങ്ങൾക്ക് മോഡലിനൊക്കെ ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ടാവും. എന്താണ് ഫിക്ഷൻ? ഫിക്ഷൻ ഈസ് എ ലോങ് നറേഷൻ ഇൻ എനി മീഡിയം. ഫിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ലോങ് നറേഷൻ ഇൻ എനി മീഡിയം. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് പീപ്പിൾ, ഇവൻറ്റ്സ് ആൻഡ് പ്ലേസ് വിച്ച് ആർ ഇമേജിനറി. അപ്പോൾ ഫിക്ഷൻ എന്ന് പറഞ്ഞാൽ ഫിക്ഷൻ സ്റ്റോറീസ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ? അതിൽ ഫുള്ള് ഇമാജിനേഷൻ ആണ്, കൂടുതലും സാങ്കല്പികമാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയാം, ഹാരി പോട്ടർ സിനിമ ഒക്കെ കാണുന്നുണ്ടാവില്ലേ, ഫെയറി ടെയിൽസ് ഒക്കെ ആയിരിക്കും. ഇപ്പോൾ ഹാരി പോട്ടർ ബുക്സ് ഉണ്ട്, സ്റ്റോറീസ് ഉണ്ട്, അതൊക്കെയാണ് ഫിക്ഷനിൽ വരുന്നത് കേട്ടോ. അത് സ്റ്റോറീസ് നമ്മുടെ ഇതാണ്, മിത്ത് ഉണ്ടായിരിക്കും, ഫെയറി ടെയിൽസ് ഉണ്ടായിരിക്കും, എപ്പിക്സ് ഉണ്ടായിരിക്കും, എപ്പിക് എലമെന്റ്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് ഫിക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ.
ഫിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിക്ഷൻ ഈസ് എ ലോങ് നറേഷൻ ഇൻ എനി മീഡിയം. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് പീപ്പിൾ, ഈവൻസ് ആൻഡ് പ്ലേസ് വിച്ച് ആർ ഇമേജിനറി. പിന്നെ ഇതുണ്ട് പോയിന്റ്. ഫിക്ഷൻ മീൻസ് റിട്ടൺ നറേഷൻ ഇൻ പ്രോസ്. ഫിക്ഷൻ എന്ന് പറഞ്ഞാൽ റിട്ടൺ നറേഷൻ ഇൻ പ്രോസ് ആണ്. എസ്പെഷ്യലി നോവൽസ് ആൻഡ് ഷോർട്ട് സ്റ്റോറീസ്. നോവൽസും ഷോർട്ട് സ്റ്റോറീസ് ആണ്. ഇറ്റ് ക്യാൻ ഓൾസോ ഇൻക്ലൂഡ് സ്റ്റോറീസ്, ഫാബിൾസ്, myths, fairy tales, epic and narrative poetry, plays and other theoretical forms in which imaginative elements. അപ്പോൾ ഇത്രയാണ് ഫിക്ഷനിൽ എഴുതേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ നോക്കിയ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്? ഒന്ന് ഡിഫറെൻറ്റ് ബിറ്റ്വീൻ പ്രോസ് ആൻഡ് പോയട്രി നോക്കി, അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ 4 varieties ഓഫ് പ്രോസ് നോക്കി, അതേതൊക്കെയാണ്? ഫിക്ഷൻ ഉണ്ട്, ഫിക്ഷണൽ ഉണ്ട്, നോൺ ഫിക്ഷണൽ ഉണ്ട്, ഹീറോയിക് ഉണ്ട്, പോയട്രി ഉണ്ട്. പിന്നെ വാട്ട് ഈസ് ഫിക്ഷൻ ഉണ്ട് നോക്കി. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഷോർട്ട് സ്റ്റോറി ആൻഡ് ടെയിൽ? എന്താണ് ഷോർട്ട് സ്റ്റോറി, എന്താണ് ടെയിൽ? നമുക്ക് ആൻസർ നോക്കാം. അപ്പോൾ ഷോർട്ട് സ്റ്റോറി എന്ന് പറഞ്ഞാൽ എന്താണ്? എ സ്റ്റോറി ദാറ്റ് ഹാവ് വൺ ഷുഡ് ബി ഏബിൾ ടു റീഡ് ഇൻ എ സിറ്റിംഗ്. അതായത് ഒറ്റരിപ്പിൽ വായിച്ചു തീരാവുന്ന ഷോർട്ടായിട്ടുള്ള സ്റ്റോറീസ്. ഷോർട്ട് സ്റ്റോറി എന്നുള്ള ഒരു വേർഡിൽ തന്നെ ഉണ്ട്, ചെറിയൊരു സ്റ്റോറി അല്ല, അതായത് ഒറ്റരിപ്പിൽ നമുക്ക് വായിച്ചു തീർക്കാൻ പറ്റുന്ന സ്റ്റോറി. എ ഷോർട്ട് സ്റ്റോറി ഈസ് എ സ്റ്റോറി ദാറ്റ് വൺ ഷുഡ് ബി ഏബിൾ ടു റീഡ് ഇൻ വൺ സിറ്റിംഗ്. ഇറ്റ് ഈസ് എ ബിലീവ് ഫിക്ഷൻ, പ്രോസ്, നറേറ്റീവ്. ഇറ്റ് ഹാസ് ഓൺലി എ ഫ്യൂ ക്യാരക്ടേഴ്സ്. അപ്പോൾ ഷോർട്ട് സ്റ്റോറി പറയുമ്പോൾ പെട്ടെന്ന് തീരുന്നൊരു സ്റ്റോറി അല്ലേ, ചെറിയൊരു സ്റ്റോറിയാണ്. അതുകൊണ്ട് തന്നെ വലിയ വലിയ ക്യാരക്ടേഴ്സ് ഒന്നും അതിലുണ്ടാവില്ല, കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ടാവുള്ളൂ. ചെറിയ കഥയല്ലേ. ഇനിയിപ്പോൾ വലിയ ക്യാരക്ടേഴ്സ് ആണെങ്കിൽ അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് വരുമ്പോഴേക്കും കുറേ നേരം ആവില്ല. അപ്പോൾ അത് ഷോർട്ട് സ്റ്റോറി ആവില്ല. ഷോർട്ട് സ്റ്റോറി പറഞ്ഞാൽ കുറച്ച് ക്യാരക്ടേഴ്സ് ആയിരിക്കും. ഇറ്റ് ഫോക്കസ് ഓൺ സെൽഫ് കണ്ടന്റ് ഇൻസിഡന്റ് ഓർ സീരീസ്, അല്ലെങ്കിൽ അത് കണക്റ്റഡ് ആയിരിക്കാം. അതൊക്കെയാണ് ഷോർട്ട് സ്റ്റോറിയിൽ വരുന്നത്. അപ്പോൾ ഷോർട്ട് സ്റ്റോറി പഠിച്ചില്ലേ? ഇനി എന്താണ് നമുക്ക് ടെയിൽ നോക്കാം. എന്താണ് ടെയിൽ? എ ടെയിൽ ഈസ് എ ഫിക്ഷണസ് ഓർ ട്രൂ സ്റ്റോറി. ടെയിൽ എന്ന് പറഞ്ഞാൽ എന്താ? ഷോർട്ട് സ്റ്റോറി അല്ല, ട്രൂ സ്റ്റോറിയാണ്. എസ്പെഷ്യലി ദാറ്റ് ഈസ് ഇമാജിനേറ്റീവ്ലി റീഡ് ഓൺ. ഇറ്റ് ഈസ് ഫുൾ ഓഫ് എ ക്രിയേറ്റീവ് ഡെക്കറേഷൻ. അതായത് ടെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫുൾ ഇമാജിനറി ആണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തതാണ് ടെയിൽ. അപ്പോൾ ഇതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഷോർട്ട് സ്റ്റോറി ആൻഡ് ടെയിൽ വരുന്നത് കേട്ടോ. നെക്സ്റ്റ്, വാട്ട് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ബയോഗ്രഫി ആൻഡ് ഓട്ടോബയോഗ്രഫി? അത് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അല്ലെങ്കിൽ 4 മാർക്കിനാണെങ്കിൽ വാട്ട് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ബയോഗ്രഫി ആൻഡ് ഓട്ടോബയോഗ്രഫി എന്ന് പറഞ്ഞു വരും. ഇല്ലെങ്കിൽ 2 മാർക്കിന് എന്താണ് ബയോഗ്രഫി, എന്താണ് ഓട്ടോബയോഗ്രഫി, അങ്ങനെ വരും. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ബയോഗ്രഫി ആൻഡ് ഓട്ടോബയോഗ്രഫി നമുക്ക് നോക്കാം. എ ബയോഗ്രഫി ഈസ് എ ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് എ പേഴ്സൺസ് ലൈഫ് റിട്ടൺ ബൈ സംവൺ എൽസ്. അപ്പോൾ ബയോഗ്രഫി പറഞ്ഞാൽ എന്താണ്? ഇപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കുറിച്ചിട്ട് കുറേ എഴുതുക, അതാണ് ആ ഒരു ഫ്രണ്ടിൻ്റെ ഡിസ്ക്രിപ്ഷൻ, അതിനെക്കുറിച്ച് ലൈഫ് എങ്ങനെയായിരുന്നു, അവരുടെ ഇതെങ്ങനെയായിരുന്നു, അങ്ങനെ ഫ്രണ്ടിനെ കുറിച്ച് എഴുതുന്നതാണ് ബയോഗ്രഫി എന്ന് പറയുന്നത്. പിന്നെ ഇറ്റ് ഇൻവോൾവ്സ് മോർ ദാൻ ജസ്റ്റ് എ ബേസിക് ഫാക്ട്സ് ലൈക്ക് ബർത്ത്ഡേ, എഡ്യൂക്കേഷൻ, വർക്ക്, റിലേഷൻഷിപ്പ് ആൻഡ് ഡെത്ത്. ഇറ്റ് ഷോസ് എ പേഴ്സൺസ് എക്സ്പീരിയൻസ് വിത്ത് ഓൾ ദ ലൈഫ് ഇവൻറ്റ്സ്. അതായത് ഇപ്പോൾ ഒരു ഫ്രണ്ട് എവിടേക്കെങ്കിലും പോയി, എവിടെ പഠിച്ച്, എന്ന് ജോലി ചെയ്ത്, അത് മാത്രമല്ല ആ ഒരു ഫ്രണ്ടിൻ്റെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ, അതൊക്കെ ഞാൻ പറയുന്നതാണ്, അല്ല എഴുതുന്നതാണ് എന്ത് ബയോഗ്രഫി എന്ന് പറയുന്നത്. അപ്പോൾ ബയോഗ്രഫി എന്താണെന്ന് മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഓട്ടോബയോഗ്രഫി എന്താണെന്ന് നോക്കാം. ആൻഡ് ഓട്ടോബയോഗ്രഫി ഇൻ ദ സ്റ്റോറി ഈസ് വൺസ് ലൈഫ് റിട്ടൺ ബൈ ഹിംസെൽഫ്. ഇപ്പം എൻ്റെ കാര്യങ്ങൾ ഞാൻ തന്നെ എഴുതുക, അതാണ് ഓട്ടോബയോഗ്രഫി. ഇപ്പോൾ ബയോഗ്രഫി ഓട്ടോബയോഗ്രഫിയും തമ്മിൽ മാറിപ്പോരുത്. ബയോഗ്രഫി പറഞ്ഞാൽ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കുറിച്ച് അല്ലെങ്കിൽ ഇതിലൊരാളെ കുറിച്ച് പറഞ്ഞിരിക്കുക അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യുക. ഓട്ടോബയോഗ്രഫി പറഞ്ഞത് ഞാൻ എന്നെക്കുറിച്ച് തന്നെ പറയാം. ഓട്ടോബയോഗ്രഫി ഈസ് എ സ്റ്റോറി ഓഫ് വൺസ് ലൈഫ് റിട്ടൺ ബൈ ഹിംസെൽഫ്. It is based mainly on the written memories or authors and what he has heard from others. അതായത് ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ ബാക്കിയുള്ളവർ പറയുന്നത് കേട്ടിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെയാണ് എഴുതുന്നതാണ് ഓട്ടോബയോഗ്രഫി എന്ന് പറയുന്നത്. അപ്പോൾ ഓട്ടോബയോഗ്രഫിയും ബയോഗ്രഫിയും പഠിച്ചില്ലേ? ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് എ ട്രാവലോഗ്? ഇത് 2 മാർക്കിനാണ് മിക്കതിലും ചോദിക്കാറുള്ളത്. എസ് ആയിട്ടൊന്നും ചോദിക്കില്ല, അല്ലെങ്കിൽ ഒരു 4 മാർക്കായിട്ടൊന്നും ചോദിക്കാൻ ചാൻസ് ഇല്ല. 2 മാർക്കിന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അതാണ് ട്രാവലോഗ്. എന്താണ് ട്രാവലോഗ്? എ ട്രാവലോഗ് ഇസ് എ പീസ് ഓഫ് റൈറ്റിംഗ് അബൌട്ട് ട്രാവൽ. അതായത് ആ ഒരു പേര് കേൾക്കുന്ന പോലെ തന്നെ ട്രാവലോഗ് പറഞ്ഞത് ഒരു പീസ് ഓഫ് റൈറ്റിംഗ് ആണ് അബൌട്ട് ട്രാവൽ. എവിടേക്കെങ്കിലും പോയൊരു ട്രാവലിനെ കുറിച്ചിട്ട് കുറച്ച് എഴുതി, അതേ ഉള്ളൂ. ഇറ്റ് ഷോസ് ദാറ്റ് എക്സ്പീരിയൻസ് ഓഫ് ദ ട്രാവലർ. അതെങ്ങനെ പോയി, എന്തൊക്കെ എക്സ്പീരിയൻസ് ചെയ്തു, എവിടെ സ്റ്റേ ചെയ്തു, അതൊക്കെയാണ് ട്രാവലോഗിലുള്ളത്. ഇറ്റ്സ് എ പേഴ്സൺ അക്കൗണ്ട് ഓഫ് വിസിറ്റ് ടു അതർ പ്ലേസ് ഓർ കൺട്രി. ഒരു പേഴ്സൺ, ഇപ്പം ഞാൻ എൻ്റെ ഒരു എവിടേക്കെങ്കിലും പോയി അതിനെക്കുറിച്ചൊരു റൈറ്റിംഗ് എഴുതി, ഞാൻ എവിടെ നിന്നു, എന്തൊക്കെ ചെയ്തു, എൻ്റെ എക്സ്പീരിയൻസ്, ഞാൻ എവിടെയൊക്കെ വിസിറ്റ് ചെയ്തു, അതൊക്കെയാണ് ട്രാവലോഗിൽ വരുന്നത്. അപ്പോൾ ട്രാവലോഗ് എളുപ്പമല്ലേ പഠിക്കാൻ? നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ ഫങ്ഷൻ ഓഫ് പ്രോസ്? പ്രോസിൻ്റെ ഇമ്പോർട്ടൻസ്.
Prose is used when the writer wants to tell a story or something else in a straightforward manner. അപ്പോൾ ഫങ്ഷൻ ഓഫ് പ്രോസ് എന്ന് പറഞ്ഞാൽ എന്താ, റൈറ്റർക്ക് എന്താണോ പറയാനുള്ളത് അതൊരു സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട്. പ്രോസ് ഇസ് യൂസ്ഡ് വെൻ എ റൈറ്റർ വാണ്ട്സ് ടു ടെൽ എ സ്റ്റോറി. അത് റൈറ്റർക്ക് ഒരു സ്റ്റോറി പറയണം, എന്താണ് ഉണ്ടായ കാര്യങ്ങൾ, അതൊക്കെ ഒന്ന് ജസ്റ്റ് സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് പറയുക. അതൊക്കെയാണ് ഈ പ്രോസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻ സച്ച് റൈറ്റിംഗ് ദ പ്രോസ് റിസംബിൾസ് എവറി ഡേ സ്പീച്ച്. അതായത് എല്ലാ കാര്യങ്ങളും അത് ഇൻക്ലൂഡ് ചെയ്യും. എവറി ഡേ സ്പീച്ച് അതിൽ പറയുന്നുണ്ട്. ഇറ്റ് ഷുഡ് ഹാവ് എ നാച്ചുറൽ ഫ്ലോ ആൻഡ് ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചർ. അത് എന്താണ്, നാച്ചുറൽ ഫ്ലോ ഓഫ് സ്പീച്ച് ആണ്, അതുപോലെ ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചർ ആണ്. ഇതെങ്ങനെ എഴുതേണ്ടതെന്ന് ഞാൻ പറയാം. പ്രോസ് ഈസ് യൂസ്ഡ് വെൻ ദ റൈറ്റർ വാണ്ട്സ് ടു ടെൽ എ സ്റ്റോറി ഓർ സംതിങ് എൽസ് ഇൻ എ സ്ട്രേറ്റ് ഫോർവേഡ് മാനർ. In a such writing, the prose resembles everyday speech. It should have a natural flow of speech and grammatical structure. അതിനെന്താണ്, നാച്ചുറൽ ഫ്ലോ ഉണ്ടാവും, അതേപോലെ ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചറും അതിനുണ്ടായിരിക്കും കേട്ടോ. അപ്പം അത്രയാണ് ഫങ്ഷൻ ഓഫ് പ്രോസിൽ നിങ്ങൾ എഴുതേണ്ടത്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയൊരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ആൻ എസ്സേ, ഹൗ ഡിഡ് ഇറ്റ് ഒറിജിനേറ്റഡ്? An essay is a piece of writing that gives the author's argument is written to convenience the reader something or simply about the information about the topic. അപ്പോൾ എസ്സേ എന്ന് പറഞ്ഞാൽ എന്താ, അപ്പോൾ നിങ്ങൾ 10 മാർക്കിനൊക്കെ നിങ്ങൾ എഴുതുന്നുണ്ട് എസ്സേ. എന്താണ്, അതായത് ഒരു കാര്യത്തെക്കുറിച്ച്, ഒരു ടോപ്പിക്കിനെ കുറിച്ച് എന്താണ് നമുക്ക് പറയാനുള്ളത്, അതിൻ്റെ എക്സ്പ്ലനേഷനും ഒക്കെ നമ്മൾ എഴുതുക. The word essay comes from the old French word essay, ASSAY ആണ് കേട്ടോ, which means to try, to attempt. Essay എന്ന് പറഞ്ഞാൽ എന്താ, to try or to attempt, ATTEMPT, attempt. പിന്നെ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫോർമൽ എസ്സേ ആൻഡ് ഇൻഫോർമൽ എസ്സേ? അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഫോർമൽ എസ്സേ പറഞ്ഞാൽ ഫോർമൽ എസ്സേ ഹാവ് എ സീരിയസ് പേർപ്പസ്, ഡിഗ്നിറ്റി, ലോജിക്കൽ ഓർഗനൈസേഷൻ ആൻഡ് സം ലെങ്ത്. ഫോർമൽ എസ്സേ പറഞ്ഞാൽ അതിൽ ഒരു ലോജിക്കൽ ഓർഗനൈസേഷൻ ഉണ്ടായിരിക്കും, ലെങ്ത് ഉണ്ടായിരിക്കും, പേർപ്പസ് ഉണ്ടായിരിക്കും, ഡിഗ്നിറ്റി ഉണ്ടായിരിക്കും. അതിന് പ്രത്യേകിച്ച് ഒരു ഓർഡർ ഒക്കെ ഉണ്ടായിരിക്കും. എസ്സേ അല്ലേ, ഇൻട്രൊഡക്ഷൻ, അതുപോലെ ബോഡി പാർട്ട്, കൺക്ലൂഷൻ, അതിനൊക്കെ ഒരു ഓർഡർ ഉണ്ടായിരിക്കും. പക്ഷേ ഇൻഫോർമൽ എസ്സേ പറഞ്ഞാൽ പേഴ്സണൽ എസ്സേ, അതായത് ഇപ്പോൾ നമ്മളെക്കുറിച്ച് നമ്മളുടേതായ രീതിയിൽ എഴുതുന്നതാണ്. അതിനങ്ങനെ പ്രത്യേകിച്ച് ഒരു ഓർഡർ ഒന്നും ഉണ്ടാവില്ല. കണ്ടെയ്ൻ പേഴ്സണൽ എലമെൻറ്റ്സ് സച്ച് ആസ് സെൽഫ് റിലവൻസ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ടേസ്റ്റ് ആൻഡ് എക്സ്പീരിയൻസ്. നമ്മുടെ എക്സ്പീരിയൻസോ അല്ലെങ്കിൽ നമ്മളുടെ ഇൻഡിവിജ്വൽ ടേസ്റ്റ് ഒക്കെയാണ് അതിലുള്ളത്. അത്രയാണ് നമ്മുടെ ഈ ഒരു ഡിഫറൻസ് ബിറ്റ്വീൻ ഫോർമൽ എസ്സേലും ഇൻഫോർമൽ എസ്സേലും നിങ്ങൾക്ക് എഴുതേണ്ടത്. ഇതൊക്കെ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി പോയാൽ ഒന്ന് ജസ്റ്റ് 2 തവണ ഈ ഒരു വോയിസ് ഇതൊന്ന് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് പഠിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അങ്ങനെ കുത്തിയിരുന്ന് പഠിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല ഇതിൽ. യൂസ്ഫുൾ ആയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മൾ ഈ ഒരു അപ്രിസൈഡിങ് പ്രോസിൻ്റെ പ്ലേലിസ്റ്റ് അവൈലബിൾ ആണ് കേട്ടോ, ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു വീഡിയോൻ്റെ സൈഡിലൊക്കെ കാണാം. ഒന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം എല്ലാ മൊഡ്യൂളിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആയിരിക്കും. അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്